നമസ്കാരം. ഹമാസിനെതിരായ പോരാട്ടം വിപുലപ്പെടുത്തി ഗാസ കീഴടക്കാനും പ്രദേശം കൈവശപ്പെടുത്താനുമുള്ള പദ്ധതിക്ക് അംഗീകാരം നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ ഭരണകൂടം. ഗാസയിലെ പ്രവർത്തനം വിപുലീകരിക്കാനുള്ള പദ്ധതി സുരക്ഷയുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ സമിതി ഏകകണ്ഠമായി അംഗീകരിച്ചതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഗാസയിൽ ഹമാസിനെതിരെ പോരാട്ടം കടുപ്പിച്ച് പ്രദേശം കീഴടക്കുന്ന പദ്ധതികൾക്കായി റിസർവിലുള്ള 10,000-കണക്കിന് സൈനികരോട് യുദ്ധരംഗത്തേക്ക് ഇറങ്ങാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗാസയിൽ തടവിലാക്കപ്പെട്ട ബന്ദികളെ തിരിച്ചു കൊണ്ടുവരികയും ഹമാസ് തീവ്രവാദികളെ പരാജയപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് നീക്കമെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന പറഞ്ഞിരുന്നു. അതേസമയം പുതിയ നീക്കം തടവിലാക്കപ്പെട്ട ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കാമെന്ന മുന്നറിയിപ്പും സൈനിക മേധാവിമാർ ഇസ്രായേൽ മന്ത്രിമാരെ അറിയിച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ പ്രദേശം സന്ദർശിക്കുന്നതിന് ശേഷം മാത്രമേ ഇത് നടപ്പിലാക്കൂ എന്നും അതുവരെ ഹമാസുമായി വെടിനിർത്തലും ബന്ദിമോചന കരാറും പാലിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുവെന്നും ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സാധാരണക്കാരെ തെക്കൻ ഗാസയിലേക്ക് മാറ്റി നിയന്ത്രണം പൂർണ്ണമായും IDF ഏറ്റെടുക്കും. മാനുഷിക സഹായം നടത്താൻ ഹമാസിനെ അനുവദിക്കില്ലെന്നും IDF മേധാവി പറഞ്ഞിട്ടുണ്ട്. ഒറ്റയടിക്കിന് ഗാസ പിടിച്ചെടുക്കുന്ന പദ്ധതിയല്ല ഉള്ളത്. ആദ്യം ഒരു പ്രദേശം കേന്ദ്രീകരിച്ചും പിന്നീട് വിപുലപ്പെടുത്തുകയും ചെയ്യുന്നതാണ് പദ്ധതിയെന്നും IDF മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സാമിൻ പറഞ്ഞിട്ടുണ്ട്. പോരാട്ടം ചില മാസങ്ങൾ നീണ്ടു നിൽക്കാമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഭൂമിക്ക് മുകളിലും താഴെയുമുള്ള ഹമാസിന്റെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും തകർക്കുന്നതാണ് പുതിയ പദ്ധതി എന്നാണ് ഇസ്രായേൽ സൈന്യം പറഞ്ഞത്. ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ വ്യാപക വിമർശനങ്ങൾ രാജ്യത്ത് തുടരുന്നതിനിടയിലാണ് പുതിയ പദ്ധതിക്ക് അംഗീകാരം നൽകിയിരിക്കുന്നത്. വെടിനിർത്തലിനും ഹമാസ് ബന്ദികളാക്കിയ ബാക്കി 59 പേരെ മോചിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള പുതിയ കരാറിനുള്ള അന്താരാഷ്ട്ര ചർച്ചകൾ പരാജയപ്പെട്ടിരുന്നു. ബന്ദികളിൽ 24 പേർ ജീവിച്ചിരിപ്പുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. മാർച്ച് 18-ന് ഇസ്രായേൽ ആക്രമണം പുനരാരംഭിച്ചതിന് ശേഷം ഇതുവരെയും ഒരു ബന്ദിയെയും മോചിപ്പിക്കാനായിട്ടില്ല. 2 മാസത്തോളമായി മാനുഷിക സഹായങ്ങൾ അടക്കം തടഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ ഹമാസിനു മേലുള്ള സമ്മർദ്ദം ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഇസ്രായേലിന്റെ സമ്പൂർണ്ണ ഉപരോധം 2 മാസം പിന്നിട്ട ഗാസയിൽ കൊടും പട്ടിണിയിലായ 5 വയസ്സിൽ താഴെയുള്ള 3500 കുട്ടികൾ ഏത് നിമിഷവും മരിച്ചേക്കാമെന്ന റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. 2.9 ലക്ഷം കുട്ടികൾ പട്ടിണി മരണത്തിന്റെ പാതയിലാണെന്നും ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. ഇസ്രായേൽ നടപടികൾ മൂകമായി നോക്കി നിൽക്കുന്ന ലോകരാജ്യങ്ങൾ ഗാസയിലെ കുട്ടികളെ പട്ടിണിക്കിടുന്നതിൽ പങ്കാളിയാവുകയാണെന്ന് മുനമ്പിലെ ഓക്സ്ഫാം ഭക്ഷ്യസുരക്ഷാ വിഭാഗം മേധാവി മഹ്മൂദ് അൽസാഖ പറഞ്ഞിരുന്നു. അവശ്യവസ്തുക്കളുടെ വരവ് 2 മാസത്തിലേറെയായി പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. ബേബി ഫോർമുല, പോഷകാഹാര സപ്ലിമെന്റുകൾ എന്നിവയെല്ലാം തീർന്നു. ആശുപത്രികളിൽ ബാക്കിയുള്ളത് 3 ദിവസത്തേക്കുള്ള ഇന്ധനം മാത്രമാണ്. അവശ്യവസ്തുക്കളുമായി 100 കണക്കിന് ട്രക്കുകൾ അതിർത്തിക്ക് പുറത്ത് കാത്തുനിൽക്കുന്നുണ്ടെങ്കിലും ഇസ്രായേൽ പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. അടുത്തിടെ സഹായവുമായി പുറപ്പെട്ട ഫ്രീഡം ഫ്ലോട്ടില്ല കപ്പല് മാൾട്ടയ്ക്ക് സമീപം ആക്രമിക്കപ്പെട്ടിരുന്നു. അതിനിടെ ഗാസയിൽ ഞായറാഴ്ച വൈകിട്ട് വരെ 24 മണിക്കൂറിൽ 40 പേരെ കൂടിയാണ് ഇസ്രായേൽ കൊന്നൊടുക്കിയത്.